മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 243 എപ്പിസോഡിൽ കാലിമ്യൂറിയാറ്റിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാലിമൂറിൻ്റെ വളരെ സമൃദ്ധമായ ലക്ഷണങ്ങളുടെ ആ ഒരു ധാരാളിത്തം നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാം. നിരവധി രോഗാവസ്ഥകളിൽ വളരെ ഫലപ്രദമായി പ്രയോഗിക്കാവുന്ന ചില സൂചനകൾ നമുക്കിവിടെ കിട്ടും. നമുക്ക് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. എപ്പിത്തീലിയോമ ഓഫ് ദി ലിപ്സ് ആൻഡ് ലൂപ്പസ് ഓഫ് ദ ഫേസ്. ത്വക്കില് മുഴകൾ, മുഖത്ത് റാഷസ്, തടിപ്പുകൾ, നിറവ്യത്യാസം. ദ ഫേസ് ഈസ് ബ്ലൂയിഷ്, പെയിൽ റെഡ്. ഇപ്പോൾ മുഖ വിവർണമാണ്, നീലിക്കാം, വിളറിയ നിറമാകാം, ചുവന്ന നിറമാകാം. ഡ്രൈനെസ് ഓഫ് ദ ലിപ്സ്, ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു. ഇറപ്ഷൻസ് ഓൺ ദ ഫേസ്, ചീക്സ്, ലിപ്സ്, അറൗണ്ട് ദ മൗത്ത്, പിമ്പിൾസ്. ഇപ്പോൾ മുഖത്ത് എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള പരുക്കൾ വരും, ഇറപ്ഷൻസ് വരും. ചുണ്ടുകളിൽ, കവിളിൽ, അറൗണ്ട് ദ മൗത്ത്, വായയ്ക്ക് ചുറ്റും. അതിവിടെ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആ സിംറ്റം പ്രൊമിനൻറ്റ് സിംറ്റമാണ്, വായയ്ക്ക് ചുറ്റും. പിമ്പിൾസ്, മുഖക്കുരു. സഫറിങ്, സിക്ലി എക്സ്പ്രഷൻ. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ രോഗിയാണ്, വല്ലാതെ സഹിക്കുന്ന ആളാണ്. ചില ആളുകളിലെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവം പോലെ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്ന പോലെ തോന്നുന്നു. ആ ഒരു എക്സ്പ്രഷൻ ഉള്ള മുഖത്തുണ്ടാവും. ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ഇൻ ദ ഫേസ്. മുഖത്ത് ഇങ്ങനെ ചുട്ടുനീറ്റൽ പോലെ. ഫേസ് ഈസ് ഹോട്ട്, മുഖം വല്ലാതെ ചൂടായിരിക്കുന്നു. പെയിൻ ഇൻ ദ ഫേസ് വേഴ്സ് ഇൻ ദ റൈറ്റ് സൈഡ്. മുഖത്തുള്ള വേദന വലതുവശത്താണ് കൂടുതലും. ഡ്രോയിങ്, സ്റ്റിച്ചിങ്, ടിയറിങ്. എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. കുത്തുന്ന പോലെ, വലിച്ചു കീറുന്ന പോലെ ഒക്കെ ഉള്ള വേദനയുണ്ട്. പാരലിസിസ് ഓഫ് ദ ഫേസ്, മുഖത്ത് തളർച്ച, മുഖത്തെ പേശികൾക്ക് തളർവാദം. പെർസ്പിരേഷൻ, വല്ലാത്ത വിയർപ്പ്. സങ്കൺ ഫേസ്, ആകെ നേരത്തെ പറഞ്ഞ പോലെ സഹിക്കുന്ന ഒരാളാണ്, കണ്ടു കഴിഞ്ഞാൽ തോന്നും. ആ തരത്തിൽ രോഗാതുരമായൊരു മുഖമാണ് അയാളുടെ. പെയിൻഫുൾ സോളൻ ഫേസ്. ലിപ്സ്, ഗ്ലാൻസ് ഓഫ് ജോ. മുഖം, ചുണ്ടുകൾ, താടിയിലെ ഗ്രന്ഥികളൊക്കെ വീർത്ത് വേദനാജനകമായിരിക്കുന്നു. ടെൻഷൻ, ട്വിച്ചിങ്, അൾസറേഷൻ ഓഫ് ദ ഫേസ്, ലിപ്സ്. മുഖത്തും വിശേഷം ചുണ്ടുകളിലും ഒരുവിധപ്പെട്ട എല്ലാത്തരം പ്രയാസങ്ങളും ഇയാൾക്കുണ്ട്. വലിഞ്ഞു മുറിയ മുഖം, അനിയന്ത്രിതമായ ചലനങ്ങളുണ്ട്, വ്രണങ്ങളുണ്ട് ഒക്കെ. പക്ഷേ എല്ലാം പ്രൊമിനൻ്റായിട്ട് വരുന്നത് ചുണ്ടിലും വായയ്ക്ക് ചുറ്റിലുമാണെന്ന് അർത്ഥം. ആഫ്റ്റർ ഓൺ ദ മൗത്ത് ഓഫ് ചിൽഡ്രൻ ആൻഡ് നഴ്സിംഗ് മദേഴ്സ്. കുട്ടികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വായിൽ ചെറിയ ചെറിയ വ്രണങ്ങളിങ്ങനെ കൂട്ടമായിട്ട് വരുന്നു. ഇറ്റാലിക്സിലാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ പ്രൊമിനൻ്റ് ആണ് ആ സിംറ്റം. ബ്ലീഡിങ് ഗംസ്, മോണകളിൽ നിന്നും രക്തവാർച്ച. ഗം ബോയിൽസ്. ദ ടങ് ഈസ് റെഡ് ഓർ വൈറ്റ്. നാവ് ചുവന്ന നിറത്തിലോ വെളുത്ത നിറത്തിലോ ആയിരിക്കും. വെളുത്ത നിറത്തിൽ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, അതിനാണ് പ്രൊമിനൻസ്. മിൽക്കി വൈറ്റ് ഡിസ്ചാർജസ് മറ്റൊക്കെ ഇതുമായിട്ട് കൂട്ടി വായിക്കുക. ഡ്രൈ മൗത്ത് ആൻഡ് ടങ്. വായ വരണ്ടിരിക്കുന്നു, നാവും വരണ്ടിരിക്കുന്നു. ഹീറ്റ് ഇൻ ദ മൗത്ത്, വായിൽ ഉഷ്ണം, ചൂട്. ഇൻഫ്ലമേഷൻ ഓഫ് ഗംസ് ആൻഡ് ടങ്. മോണയും നാവും ഒക്കെ നീരുകെട്ടി വീർക്കുന്നു, വിങ്ങുന്നു. മാപ്ഡ് ടങ്. നാവ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിറയെ പാടുകൾ പോലെ, ഒരു ഭൂപടം പോലെ തോന്നും നാവ് കണ്ടു കഴിഞ്ഞാൽ. മിൽക്ക് വൈറ്റ് മ്യൂക്കസ് ഇൻ ദ മൗത്ത്. വായിൽ പാല് പോലെ വെളുത്ത കഫം. ഇത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഫ്രം ദ മൗത്ത്, ഒഫൻസീവ്, ഈവൻ പ്യൂട്രിഡ്. വായിൽ നിന്നും വളരെ വൃത്തികെട്ട ഗന്ധം, ദുർഗന്ധം വായിൽ നിന്നും. ബേണിംഗ് മൗത്ത് ആൻഡ് ടങ്. വായും നാവും ഒക്കെ പൊള്ളുന്ന പോലെ ചൂട്. സോർ ഗംസ് ആൻഡ് ടങ്. മോണയും പല്ലുമൊക്കെ വേദനയുണ്ട്, സ്പർശിക്കുമ്പോൾ വേദനയുണ്ട്. സ്കോർബ്യൂട്ടിക് ഗംസ്, നേരത്തെ പറഞ്ഞ തന്നെയാണ്. വിങ്ങി രക്തവാർച്ച ഉള്ള മോണകൾ, അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. സ്കോർബ്യൂട്ടിക് ഗംസ്. സലൈവേഷൻ, വായിൽ നിന്ന് ഉമിനീര് ഒലിക്കുന്നു. സ്പീച്ച് വാണ്ടിങ്. വാണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ചില വാക്കുകളും മറ്റുമൊക്കെ വിട്ടുപോകുന്നു. സോളൻ ഗംസ് ആൻഡ് ടങ്. മോണയും നാവും ഒക്കെ വീർത്തിരിക്കുന്നു, നിർവീക്കം. ടേസ്റ്റ്, ബാഡ്, ബിറ്റർ, മെറ്റാലിക്. പ്യൂട്രിഡ്, സാൾട്ടിഷ്, സോർ, സ്വീറ്റിഷ്. രുചി, എല്ലാത്തരം വൈകൃതങ്ങളും രുചിയിലുണ്ട്. ഉപ്പുരുചിയും മധുരവും വൃത്തികെട്ട രുചിയും
കയ്പും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വായിലെ രുചി വ്യത്യാസങ്ങളും പ്രൊമിനൻ്റ് ആണ്. അൾസറേഷൻ ഓഫ് മൗത്ത് ആൻഡ് ടങ് സിഫിലിറ്റിക്. സിഫിലിസിൻ്റെ സ്വഭാവത്തിലുള്ള വർണ്ണങ്ങൾ വായിലും നാവിലും. വെസൈക്കിൾസ് ഇൻ ദ മൗത്ത്, വായിൽ പരുക്കൾ കുരുക്കൾ ഒക്കെ വരുന്നുണ്ട്, പഴുപ്പുള്ള ഇതൊക്കെ വരുന്നുണ്ട്. ടീത്ത് ഓൺ എഡ്ജ് ആൻഡ് ബിക്കം ലൂസ്, പല്ലുകൾ വേർപെട്ട് മോണയിൽ നിന്നും വിട്ടുപോരുന്നൊരവസ്ഥ. പെയിൻ ഇൻ ദ ടീത്ത്, പല്ലുവേദന. സ്റ്റിച്ചിങ്, കുത്തുന്ന പോലെ, സൂചിക്ക് കുത്തുന്ന പോലെ വേദന. ദ ത്രോട്ട് ഈസ് ഡ്രൈ ആൻഡ് റെഡ് ആൻഡ് ദർ ഈസ് ചോക്കിംഗ്, തൊണ്ട വരണ്ട് ചെമന്നിരിക്കുന്നു, തൊണ്ട അടഞ്ഞ പോലെ. ഹീറ്റ് ഇൻ ദ ത്രോട്ട് ആൻഡ് മച്ച് മ്യൂക്കസ്, തൊണ്ടയിലും വല്ലാതെ ചൂടുണ്ട്, കഫവും അധികമായിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട്, ടോൺസിൽസ് ക്രോണിക് ഇറ്റാലിസിലാണ്. പഴകിയ സ്വഭാവമുള്ള തൊണ്ട വീക്കം. വൈറ്റ് എക്സുഡേറ്റ് ഇൻ ദ ത്രോട്ട്, ഗ്രേ പാച്ചസ്, വായിൽ നിന്നും തൊണ്ടയിൽ നിന്നും വെളുത്ത കൊഴുത്ത ദ്രാവകം ഊറി വരുന്നു. ഗ്രേ പാച്ചസ്, ചാരനിറത്തിലുള്ള പാടുകളുണ്ട്. ഇറ്റ് ഹാസ് മെനി ടൈംസ് ക്യൂർഡ് ഡിഫ്തീരിയ. മാരകമായ രോഗാവസ്ഥയെ ഇത് പല സന്ദർഭങ്ങളിൽ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഡിഫ്തീരിയയെ സുഖപ്പെടുത്തും. മ്യൂക്കസ്, വിസിഡ്, തിക്ക്, മിൽക്ക് വൈറ്റ്, കവേഴ്സ് ഫാരിങ്സ്, അഡറൻറ്റ്. അപ്പോൾ കഫവും വളരെ പ്രൊമിനൻ്റ് ആണ്. കാലിമൂറിൽ വളരെ കൊഴുത്ത ദ്രാവകമായിട്ടാണ് കഫം വരുന്നത്. കട്ടിയുള്ളതാണ്, പാല് പോലെ വെളുത്തതാണ്. ഫാരിങ്സിന് അത് ആവരണം ചെയ്തിരിക്കുന്നു, ഒട്ടിയിരിക്കുന്നു, അഡറൻറ്റ്. കാലിമൂറ് ബയോകെമിക്കൽ നിലയിലും ഇതേപോലെ തൊണ്ടയും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ലക്ഷണങ്ങളുണ്ട്. പെയിൻ ഇൻ ത്രോട്ട്, തൊണ്ടയിൽ വേദന. ഓൺ സ്വോളോയിങ്, ആഹാരം വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ വേദന. ബേണിംഗ്, പ്രസ്സിങ്, റോനസ്, സോർ, പൊള്ളലുണ്ട്, ഞെങ്ങുന്ന പോലെ, തൊലി ഉണ്ടാകുന്ന പോലെ ഒക്കെ ഉണ്ട്. സ്ക്രാപ്പിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ചൊറിച്ചിൽ. സ്വോളോയിങ് വെരി ഡിഫിക്കൽട്ട്, ആഹാരം ഇറക്കാൻ വളരെ പ്രയാസമാണ്. സ്വോളൻ ത്രോട്ട്, ടോൺസിൽസ്, ഉവ്യൂല, ഇഡിമാറ്റസ്, പാരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൊണ്ട വീക്കം, ടോൺസിൽസ് വീക്കം, കുറുനാവ് വീക്കം, അവിടെ നീർക്കെട്ട്, പാരോട്ടിഡ് ഗ്ലാൻഡ്സിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അൾസറേഷൻ ഓഫ് ദ ത്രോട്ട്, തൊണ്ടയിൽ വ്രണങ്ങൾ. കാലിമൂറിൻ്റെ ആ ഒരു ലക്ഷണ ധാരാളിത്തമാണ് നമ്മളിൽ നിന്ന് കാണുന്നത്. വായുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ലക്ഷണങ്ങൾ. അപ്പോൾ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട പർട്ടിക്കുലേഴ്സൊക്കെ ഇതിൽ വരും. ആങ്സൈറ്റി ഓഫ് ദ സ്റ്റൊമക്ക്, ആ ഒരു ഉത്കണ്ഠ വയറിലാണ് അനുഭവപ്പെടുന്നത്. ദ ആപ്പിറ്റൈറ്റ് ഈസ് ഡിമിനിഷ്ഡ് ഓർ എൻറ്റയർലി ലോസ്റ്റ് ഓർ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ഈവൻ റൈവനസ് ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ വിശപ്പിൻ്റെ കാര്യത്തിലും രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അപ്പറ്റൈറ്റ് വല്ലാതെ കുറയുന്നു, ഒട്ടുമില്ലാതാകുന്നു, അല്ലെങ്കിൽ വർദ്ധിക്കുന്നു, അമിതമായ വിശപ്പ്. ആഹാരം കഴിഞ്ഞ ശേഷവും വിശക്കുന്നു. ആവേഷൻ ടു ഫുഡ്, ടു മീറ്റ്, ആഹാരത്തോട് പൊതുവെ ഇഷ്ടക്കേട് വരും. മാംസാഹാരത്തോട് ഒരു അനിഷ്ടം. കോൺസ്ട്രക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറ് ഇങ്ങനെ ഞെരുങ്ങി ഇടുങ്ങിയിരിക്കുന്ന പോലെ. എംപ്റ്റിനെസ് നോട്ട് അമ്യൂലറേറ്റ് ബൈ ഈറ്റിംഗ്, വയറ് കാലിയാണ്, പക്ഷെ ആഹാരം കഴിച്ചാൽ ആ ഫീലിങ്ങിനും ഒരു മാറ്റമില്ല. ഇറക്ടേഷൻസ് ആഫ്റ്റർ ഈറ്റിംഗ്, ഇൻഎഫക്ച്വൽ, ബിറ്റർ, എംറ്റി, ഓഫ് ഫുഡ്, സോർ, വാട്ടർ ബ്ലാഷ്. അപ്പോൾ തികട്ടി വരലും മറ്റുമൊക്കെ എല്ലാ തരത്തിലുള്ള ആഹാരത്തിന് ശേഷം എല്ലാ തരത്തിലുള്ള തികട്ടി വരലുമുണ്ട്. ചിലപ്പോൾ തികട്ടൽ തോന്നിയിട്ട് ഒന്നും പുറത്ത് വരാതിരിക്കുന്ന അവസ്ഥയുണ്ട്. കയ്പുള്ളതുണ്ട്, ചവർപ്പുള്ളതൊക്കെ ഉണ്ട്. ഫ്ലാഷസ് ഓഫ് ഹീറ്റ്, ഹാർട്ട് ബേൺ ആൻഡ് സെൻസേഷൻ ഓഫ് ഫുൾനെസ്, നെഞ്ചരിച്ചിൽ, ചുട്ടുനീറ്റൽ, നെഞ്ച് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നൽ. വെയിറ്റ് ഇൻ സ്റ്റൊമക്ക് വേഴ്സ് അറ്റ് നൈറ്റ്, വയറ്റിലെ ഭാരത്തിന് തോന്നൽ രാത്രി വളരെ മോശമാകുന്നു. ഹിക്കോഫ്, എക്കിള്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറിൽ വീക്കം. ലോത്തിങ് ഓഫ് ഫുഡ്, ആഹാരത്തോട് ഒരു അനിഷ്ടം, താല്പര്യക്കുറവ്. നോസിയ ആഫ്റ്റർ ഫാറ്റ്സ് ആൻഡ് റിച്ച് ഫുഡ്, നല്ല സമൃദ്ധമായ ആഹാരം, കൊഴുപ്പ് നിറഞ്ഞ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒക്കാനം വരും. നോസിയ ആൻഡ് ഷിവറിങ്, ഒക്കാനം വരലും വിറയലും ഉണ്ട്. പെയിൻ ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിൽ വേദന. ഏക്കിംഗ്, ബേണിംഗ്, കട്ടിംഗ്, പ്രസ്സിംഗ് വിത്ത് എംറ്റിനെസ്, സോർ ടു ടച്ച്, സ്റ്റിച്ചിങ്. വയറിലെ വേദനയും ചുരുക്കി പറഞ്ഞ എല്ലാ തരത്തിലുള്ള വേദനയും കാലിമൂർ കവർ ചെയ്യുന്നുണ്ട്. ടെൻഷൻ, വയറ് വലിഞ്ഞു മുറുകിയിരിക്കുന്നൊരവസ്ഥ. തേഴ്സ്റ്റ് എക്സ്ട്രീം, അങ്ങേയറ്റത്തെ ദാഹം. ഡ്യൂറിങ് ചിൽ, കുളിരുള്ളപ്പോൾ, കുളിരും പനിയൊക്കെ ഉള്ള സമയത്ത് അങ്ങേയറ്റത്ത് ചില്ല്. വൊമിറ്റിംഗ്, ബൈൽ, ബ്ലഡ്, ഫുഡ്, മ്യൂക്കസ്, മിൽക്ക് വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഓക്കാനവും ഛർദിയും എല്ലാ തരത്തിലുമുണ്ട്.
പിത്തവെള്ളം ഛർദ്ദിക്കുന്നു, രക്തം ഛർദ്ദിക്കുന്നു, കഴിച്ച ആഹാരം ഛർദ്ദിക്കുന്നു, പാൽ നിറത്തിലുള്ള വെള്ള നിറത്തിൽ കഫം ഛർദ്ദിക്കുന്നു, ഇരുണ്ട പച്ച നിറത്തിലുള്ള ഛർദി, മോർണിംഗ് ഡയറിയ വിത്ത് വോമിറ്റിംഗ് വൈറ്റ് മ്യൂക്കസ്, പ്രഭാതത്തിൽ വയറിളക്കം, ഒപ്പം വെളുത്ത കഫത്തിൻ്റെ ഛർദിയും, സഡൻ ഇൻസസൻസ് പെട്ടെന്ന് വരുന്നു, നിലയ്ക്കാത്ത രീതിയിൽ വരുന്നു. ഡിസ്ട്രക്ഷൻ ഇൻ അബ്ഡമൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറ് വീർത്ത് കെട്ടി ചെണ്ടപോലിരിക്കും. എംറ്റിനെസ്, വയറായ കാര്യമായിരിക്കുന്നു, അത് ഇറ്റാലിക്സിലാണ്. എൻലാർജ് സ്പ്ലീൻ, സ്പ്ലീൻ വീക്കം, ഫ്ലാറ്റ്ലൻസ് ഇൻ ഡേ ടൈം, ആഫ്റ്റർനൂൺ നൈറ്റ് പ്രിവെൻറ്റ് സ്ലീപ്പ്. അപ്പോൾ പകൽ സമയവും ഉച്ച കഴിഞ്ഞിട്ടും രാത്രിയിലുമെല്ലാം വായുവിൻ്റെ ഉപദ്രവം, അത് ഉറക്കത്തെ തടസ്സപ്പെടുന്ന അത്രയ്ക്ക് വായുവിൻ്റെ ഉപദ്രവം. ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറ് വല്ലാതെ നിറഞ്ഞ് വീങ്ങിയിരിക്കുന്ന പോലെ, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊമിനൻ്റ് സിംറ്റമാണ്. പെയിൻ ഇൻ അബ്ഡമൻ, നൈറ്റ് കോളിക്, ഗ്രിപ്പിംഗ് വിത്ത് ഡയറിയ, ഡ്യൂറിങ് ഡയറിയ, ആഫ്റ്റർ ഈറ്റിംഗ്, ആസ് ഇഫ് മെൻസസ് വുഡ് അപ്പിയർ. അപ്പോൾ വയറുവേദന, ആർത്തവാദത്തുണ്ടാകുന്ന ഒരു വയറുവേദന, രാത്രിയിൽ വയറ് വല്ലാത്ത കൊളുത്തിപ്പിടുത്തം, അതിനോടൊപ്പം വയറിളക്കം വരാം. വയറിളക്കത്തിൻ്റെ സമയത്ത് ഇത്തരം വയറുവേദനയൊക്കെ, അടിവയറിലെ വേദന വരാം. ആഹാരം കഴിച്ച ശേഷം അടിവയറ്റിൽ വേദന, അപ്പോഴൊക്കെ ഈ ആർത്തവം വരാൻ പോകുന്നത് പോലുള്ള വേദന. ബിഫോർ ആൻഡ് ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന സമയത്തും മുൻപും. ഡ്യൂറിങ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ഹൈപ്പോകോൺട്രിയ, എസ്പെഷ്യലി ദ റൈറ്റ്, ബേണിംഗ് ഇൻ റൈറ്റ് ഹൈപ്പോകോൺട്രിയം, ഉദരത്തിൻ്റെ മേൽഭാഗത്ത്, രണ്ട് വശത്തും ഉണ്ടാകും, എങ്കിലും വലതുവശത്താണ് കൂടുതലും ഈ വേദനയും മറ്റുമൊക്കെ വരുന്നത്, പൊള്ളലൊക്കെ വരുന്നത്. ബിഫോർ സ്റ്റൂൾ, മലശോധനയ്ക്ക് മുമ്പ്. ഇൻ ഹൈപ്പോഗാസ്ട്രിയം വിത്ത് ഡയറിയ, കട്ടിംഗ് ഇൻ അബ്ഡമൻ ഇൻ അംബിലിക്കൽ റീജിയൻ, അടിവയറ്റിൽ വിശേഷിച്ചും പൊക്കിൾക്കൊടിയുടെ ഭാഗത്ത് വെട്ടുന്ന പോലെ വേദന. പ്രസ്സിംഗ് ഇൻ ഹൈപ്പോകോൺട്രിയ, ഉദരത്തിൻ്റെ മേൽഭാഗത്ത് ഞെങ്ങുന്ന പോലത്തെ ഒരു തോന്നൽ. ഇൻ റൈറ്റ് ബെറ്റർ ബൈ പാസിംഗ് ഫ്ലാറ്റസ്, അത് ഉദരത്തിൻ്റെ മേൽഭാഗം വലതുവശത്താണ് കൂടുതലും വരുന്നത്. കീഴ്വായി പോയി കഴിഞ്ഞാൽ അതിന് ശമനമുണ്ട്. സോർ ബ്രൂയിസ്ഡ് അബ്ഡമൻ ഇൻ റൈറ്റ് ഹൈപ്പോകോൺട്രിയം ഇൻ ഇൻജിനൽ റീജിയൻ. അപ്പോൾ അടിവയറിൽ ഒരു വേദന, നൊമ്പരം, അതും കൂടുതലും മേൽഭാഗം, വയറിൻ്റെ മേൽഭാഗത്ത് നിന്ന് വലതുവശം, ഒടുകിൻ്റെ ഭാഗം, ആ തുടയും അടിവയറുമായിട്ടൊക്കെ ചേരുന്ന ഭാഗം. റംബ്ലിംഗ് ബിഫോർ സ്റ്റൂൾ, വയറ്റിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇരമ്പല്. ടെൻഷൻ അബ്ഡമൻ, അടിവയറ്റിൽ വലിഞ്ഞു മുറുകിയൊരു അനുഭവം. ഇനി കോൺസ്റ്റിപ്പേഷനുണ്ട്, മലബന്ധം. സ്റ്റൂൾ ഡിഫിക്കൽട്ട് ഫ്രം ഇനാക്ടിവിറ്റി ഓഫ് ദ റക്ടം, മലാശയത്തിൻ്റെ നിഷ്ക്രിയത്വം, മൂവ്മെൻറ്റിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല, മൂവ്മെൻറ്റ് നടക്കുന്നില്ല, അതുകൊണ്ട് മലശോധന വളരെ പ്രയാസം. അങ്ങനെ വരുന്ന മലബന്ധം. ദ സ്റ്റൂൾ ഈസ് ഡ്രൈ, ഹാർഡ്, ലാർജ്, ലൈറ്റ് കളേർഡ്, ക്ലേ കളേർഡ്. അപ്പോൾ മലം ഉണങ്ങിയതാണ്, ഹാർഡ് ഇറ്റാലിക്സാണ്, കട്ടിയുള്ളതാണ്, വലിപ്പം കൂടിയതാണ്, നിറം കുറഞ്ഞതാണ്, അതുകൂടാതെ കളിമണ്ണിൻ്റെ നിറത്തിലും വരാം. ഡയറിയ, പെയിൻഫുൾ, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർ ഫാറ്റ്സ്. ഇനി വയറിളക്കമാണെങ്കിൽ വേദന ഉണ്ടാകുന്നതോടൊപ്പം പ്രഭാതത്തിൽ, സായാഹ്നത്തിൽ കൊഴുപ്പുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം വരാം. ദ സ്റ്റൂൾ ഈസ് എസ്കോറിയേറ്റിംഗ്, ബ്ലഡി മ്യൂക്കസ്, കോപ്പിയസ്, ഗ്രീൻ, ഒഫൻസീവ്, വാട്ടറി, വൈറ്റ് മ്യൂക്കസ്. മലം അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകാം, രക്തം കലർന്ന കഫത്തോടുകൂടി ഉണ്ടാകാം, ധാരാളമായിട്ടുണ്ടാകാം, പച്ച നിറത്തിൽ വരാം, ദുർഗന്ധമുണ്ടാകും, വെള്ളം പോലെ വരാം, വെളുത്ത മ്യൂക്കസ്, കഫം വെള്ളം പോലെയും വെളുത്ത നിറത്തിലും ഒക്കെ വരാം. ഡിസെൻട്രി വിത്ത് സ്ലിമ്മി സ്റ്റൂൾ ഓർ പ്യുവർ ബ്ലഡ്, അപ്പോൾ രക്താതിസാരം, നേർത്ത മലം വരാം, അല്ലെങ്കിൽ വെറുതെ രക്തം മാത്രമായിട്ട് വരാം. ഫ്ലാറ്റസ് ഡ്യൂറിങ് ഡയറിയ, വയറിളക്കത്തിനോടൊപ്പം തന്നെ വല്ലാതെ വായുവും പോവും. ഫോർമിക്കേഷൻ ഓഫ് ദ ഈനസ്, മലാശയത്തിൻ്റെ ഭാഗത്ത് എറുമ്പ് നിറയ്ക്കുന്ന പോലെ, പുഴു നിറയ്ക്കുന്ന പോലുള്ളൊരു തോന്നൽ. ഹെമറേജ് ഫ്രം റക്ടം, രക്തത്തിൽ നിന്ന് രക്തവാർച്ച. ഹെമറോയിഡ്സ്, കൺജസ്റ്റഡ്, എക്സ്റ്റേണൽ, ലാർജ്, സോർ, വേഴ്സ് വാക്കിംഗ്. ഹെമറോയിഡ്സ് എല്ലാ തരത്തിലും ഉണ്ട്, പുറമേക്ക് വന്നിരിക്കും, വലുതാണ്, സോറാണ്, വേദനയുള്ളതാണ്. സോറ് ക്യാപിറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്, എക്സ്റ്റേണൽ ഇറ്റാലിക്സിലും. വേഴ്സ് വാക്കിംഗ്, നടക്കുന്നതുകൊണ്ട് വളരെ സ്ഥിതി വളരെ മോശമാകും. ഇൻവോളണ്ടറി സ്റ്റൂൾസ് വെൻ പാസിംഗ് ഫ്ലാറ്റസ്, കീഴ്വായി പോകുമ്പോൾ അറിയാതെ മലവും പോകുന്നൊരവസ്ഥ. ഇച്ചിങ് ഓഫ് ദ ഏനസ്, മലാശയത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ. ആഫ്റ്റർ സ്റ്റൂൾ, മലം പോയ ശേഷം മലാശയത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ. ആഫ്റ്റർ സ്റ്റൂൾ എന്നുള്ള ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്.
പെയിൻ ഇൻ റെക്ടം ആൻഡ് ഏനസ്, മലാശയത്തിൻ്റെ ഭാഗത്തും മലദ്വാരത്തിലുമൊക്കെ വേദന. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, മലം പോകുന്ന സമയത്തും അതിന് ശേഷവും വേദന. ബേണിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, അതേസമയം തന്നെ പൊള്ളലും വരാം. പ്രസ്സിങ് ഇൻ ഏനസ്, ഏനസിൻ്റെ അവിടെ ഞെക്കുന്ന പോലത്തെ ഒരു തോന്നൽ. സോർനെസ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ആഫ്റ്റർ സ്റ്റൂൾ, മലം പോയ ശേഷം അവിടെ വേദന. പാരലിസിസ് ഓഫ് ദ റെക്ടം, നേരത്തെ ഇനാക്ടിവിറ്റി നമ്മൾ കണ്ടു, അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി എക്സ്ട്രീം കണ്ടീഷനാണ്. ആകെ പേശികൾ തീരെ ഇനാക്റ്റീവ് ആകുന്നു മലാശയത്തിൻ്റെ ഭാഗത്ത്. അർജിങ് വിത്ത് നോർമൽ സ്റ്റൂൾ കോൺസ്റ്റൻറ്റ്, അപ്പോൾ സാധാരണ അർജിങ് നോർമൽ സ്റ്റൂൾ ഉണ്ടാവും, പക്ഷേ ആ അർജിങ് മാറാതെ നിൽക്കും, സ്ഥിരമായിട്ട് നിൽക്കും. ഏത് പർട്ടിക്കുലർ എടുത്താലും അതിൻ്റെ എല്ലാവിധ വകഭേദങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം അത്തരം ഔഷധങ്ങൾ വളരെ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രാക്ടീസിൽ. കാലിമറൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു എപ്പിസോഡ് കൂടി ഈ അധ്യായം അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.